അപ്പോൾ ഞാനിപ്പം ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇതിനു മുന്നേ തറവാട്ട് ക്ഷേത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു കുടുംബക്ഷേത്ര പരിഹാര ക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു 7 ദിവസത്തെ നോൻപിലായിരുന്നു ഇത്രയും ദിവസം. അപ്പം ഇന്നിപ്പോൾ 2 ദിവസത്തെ പരിപാടിയാണ്. 22, 23 അങ്ങനെ 2 ഡേയ്സിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. അപ്പം നമ്മളെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടിട്ടുള്ള ഒരു പരിഹാര ക്രിയകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 4 നമ്പൂതിരിമാരും ഒരു പണിക്കരുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരുപാട്, അതായത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കാണാൻ സാധിച്ചു. കുറേ ഇങ്ങനെയുള്ള ഓരോ പ്രോഗ്രാംസ് വരുന്ന സമയത്താണ് എല്ലാവരും ഒന്ന് ഒത്തുചേരുന്നത്. അപ്പോൾ അതെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളിതാ എല്ലാവരും ഇങ്ങനെ പായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ ഒന്നാമത്തെ ദിവസം നമ്മൾ ഗണപതി ഹോമം ഉണ്ടായിരുന്നു, സുദർശന ഹോമം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേതാവാഹനമാണ്. അപ്പോൾ അത് രാവിലെ 9 മണി തൊട്ടിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതാ ഓരോ കുടുംബത്തിലും മരിച്ചവരുടെ ഒരുപാട്, അതായത് നമ്മളെ ഈ ഒരു കുടുംബം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ 1 by 1 ആയിട്ട് അങ്ങനെ ആവാഹിച്ച് നമ്മളെ ഇത് എന്നിട്ട് തിരുനെല്ലി കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതാ ഓരോരുത്തരതാ അവരുടെ പേര് പറഞ്ഞ് അങ്ങനെ ആവാഹിച്ച് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അതിനുശേഷം അതായത് നമ്മളെ ഒരു മുത്തപ്പായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുരുവിനെ നമ്മൾ ആരാധിച്ച് പോരുന്നുണ്ട്. അപ്പം അവർക്കായിട്ടുള്ള കർമ്മങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതൊക്കെ എല്ലാ ലിസ്റ്റും, അതായത് നമ്മളെല്ലാ കുടുംബത്തിലുള്ള മരിച്ചവരെയൊക്കെ നമ്മൾ അങ്ങനെ ആവാഹിച്ച് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ ഭഗവതി സേവ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമൊക്കെ ഇന്നത്തെ ഫസ്റ്റ് ഡേത്തെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളിതാ ഈ ഒരു അമ്പലത്തിൽ പോയി. അതായത് നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ അവിടെ ഉത്സവമാണ്, താലപ്പൊലി ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ഡാൻസ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റത്തെ ഒരു കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു, മാരിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ആ പാട്ടില്ലേ അതിൻ്റെ ഡാൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മളെ ടീച്ചറുടെ ഹനിക്കിൻ്റെ ഹിമോൻ്റെ ടീച്ചറുടെ അംഗനവാടി ടീച്ചറുടെ ഡാൻസ് ഉണ്ടായിരുന്നു, കൈകൊട്ട് കളി. അതിനുശേഷം ഗംഭീര വെടിക്കെട്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് കിടന്നിട്ട് വേണം നാളെ രാവിലെ നേരത്തെ എണീക്കാനുണ്ട്. അതായത് നമുക്ക് പിറ്റേ ദിവസത്തെ, അതായത് 2ാമത്തെ ദിവസത്തെ പരിഹാര ക്രിയകളുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.